ഹായ് ഗായ്സ്, വെൽക്കം ടു സഫിയുല്ലാ മോന യൂട്യൂബ് ചാനൽ. സഫിയുല്ലാ മോനയുടെ ക്യാമറയ്ക്കൊപ്പം നമ്മൾ ഇന്ന് ലക്ഷദ്വീപിലെ കടമം കല്ലിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുകൾക്കിടയിൽ കടമത്ത് ദ്വീപിന് ഒരുപാട് പ്രശസ്തി കിട്ടിയ പഴയൊരു സംഭവമാണ് ലക്ഷദ്വീപിലെ കടമം കല്ല്. മറ്റ് ദ്വീപുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന മറ്റ് ദ്വീപുകളിൽ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കടമത്തിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്തിരുന്ന ഒരു കല്ലായിരുന്നു കടമം കല്ല് എന്ന് പറയുന്നത്. അത് തീർച്ചയായും മെയിൻലാൻഡിൽ അല്ലെങ്കിൽ കേരളത്തിലെ ചെങ്കലിനോട് ഒരുപാട് സാമ്യമുള്ള ആ എടുക്കുന്ന രീതിയിലാണെങ്കിലും അതിൻ്റെ ഉപയോഗത്തിലാണെങ്കിലും ഒരുപാട് ഈ കേരളത്തിലെ ചെങ്കലിനോട് സാമ്യമുള്ള ഒരു കടമം കല്ലാണ്. ലക്ഷദ്വീപ് സമൂഹങ്ങളെ ചെറ്റക്കുടിലുള്ള ജീവിത രീതിയിൽ നിന്ന് ഒരു ബിൽഡിംഗ് എന്നുള്ള ജീവിതശൈലിയിലേക്ക് മാറ്റം വരുത്തിയ ഒരു ചരിത്രപ്രധാനമായ സംഭവമാണ് ഈ കടമം കല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ആ കടമം കല്ല് എടുക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള കടമങ്കല്ല് കാണാൻ പോകും. അപ്പോൾ ഈ ലൊക്കേഷൻ ഇത് കടമത്തിലെ ഏറ്റവും വടക്ക് ഭാഗം. ഈ സ്ഥലത്തു നിന്നായിരുന്നു പണ്ട് ഇതൊക്കെ കല്ലെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലത്ത് ഇവിടുത്തെ ആൾക്കാർ കൈകൊണ്ട് പാരമ്പ് കൊണ്ടും കൈകൊണ്ടും ഒക്കെ എടുത്ത് ആണ് ഈ സാധനം റിസോഴ്സ് എടുത്തുകൊണ്ടിരുന്നത്. സാധനം മറ്റ് ഐലൻഡിലേക്ക് ട്രാൻസ്പോർട്ടും ചെയ്തിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്ഥലങ്ങളിലും ഇത് ഭയങ്കര ഫേമസ് ആയിരുന്നു ഇവിടുത്തെ കല്ല്. അപ്പോൾ ഈ ഫേമസ് ആയ കല്ല് ഈ ഏരിയ മൊത്തം അന്ന് എടുത്തുകൊണ്ടിരുന്നതാണ്. ഈ ഏരിയയിൽ കാണുന്ന കുഴികളൊക്കെ അന്ന് ഇതെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് ശരിക്കും അവശിഷ്ടം പോലെ ആയിപ്പോയി, എടുത്തിട്ട് നിർത്തിപ്പോയതാണ്. അപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ്, ഈ താഴെ കാണുന്ന സ്ഥലമാണ് കല്ലെടുത്തുകൊണ്ടിരുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇതാണ് ആക്ച്വലി കല്ല്. അപ്പോൾ ഇതിന് താഴേക്ക് ആണ് ഇവർ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കയ്യിൽ കൊണ്ടുപോയി ഇതിന് താഴെയുള്ള സാധനം ഇവർ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഈ റിസോഴ്സ് എന്ന് പറയുന്നത് ഇത് വീണ്ടും മുളച്ച് വരില്ല. അപ്പോൾ മുളച്ച് വരാത്ത കാരണം ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക, ഈ കടമത്തിൽ അല്ലെങ്കിൽ കോറൽ അറ്റോളിൻ്റെ ഒരു ലെയർ ആയതുകൊണ്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകും. അപ്പോൾ ആ നശിച്ചു പോയിരിക്കാൻ വേണ്ടി തന്നെ ഗവൺമെൻറ് ഇത് നിരോധിച്ചു. ഗവൺമെൻറ് തന്നെ ആക്ച്വലി ഇത് എടുപ്പിച്ചുകൊണ്ടിരുന്നത്, അവരുടെ ആവശ്യത്തിന് വേണ്ടി ഈ കല്ല് എടുപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത് അവർ നിർത്തി ഒരു സാഹചര്യത്തിൽ, കാരണം അല്ലെങ്കിൽ ഈ നാട് നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ നിർത്തിക്കണം. അപ്പോൾ ഇതാണ് കടമങ്കല്ല് എടുത്തുകൊണ്ടിരുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ കല്ല് എടുക്കുന്ന രീതി നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കല്ല് കൊണ്ട് കെട്ടിയ വീട് ഇപ്പോഴും ഈ വീട് ഈ കടമത്തിലുണ്ട്. പക്ഷേ ആ വീടൊന്നും നമുക്ക് തുരണ്ടി കല്ല് നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ എവിടെയെങ്കിലും ഒരു പൊളിഞ്ഞ വീടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് പോയിട്ട് ഞാൻ നിങ്ങൾക്ക് കല്ല് കാണിച്ചു തരാം. അന്ന് എടുത്തുകൊണ്ടിരുന്ന കല്ല് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കടമങ്കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു വീട്, പഴയ ഒരു ബിൽഡിങ് നമ്മൾ കാണാൻ പോവാം. ഈ കാണുന്ന ബിൽഡിങ്ങിലേക്ക് നമുക്ക് നടന്ന് അന്ന് എങ്ങനെയാണ് കല്ല് കൊണ്ടുണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം. ഈ വീട് ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു പുറത്തുനിന്ന് ഡിസൈൻ ചെയ്തുണ്ടാക്കിയ പോലെ ഉണ്ട്. പക്ഷേ ആക്ച്വലി ഇത് നമ്മൾ പറഞ്ഞ കല്ലുകൊണ്ട് മാത്രം ഉണ്ടാക്കി കെട്ടി വെച്ചൊരു വീടാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ കല്ല് ഇതുണ്ടോ, ഇതാണ് അന്നത്തെ ആൾക്കാർ ഇപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി എടുത്തുകൊണ്ടിരുന്ന കല്ല്. ഈ കല്ല് കൊണ്ട് മൊത്തമാണ് ഇപ്പോൾ ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു പകുതി വയസ്സ് നിർത്തി തേക്കാതെ വിട്ടൊരു വീടാണ്. അപ്പോൾ ഉദാഹരണം ഒരു കല്ല്, ഇത് കറക്റ്റ് ഷേപ്പിലാണ് ഇവർ ചെത്തി എടുത്തിട്ട് ഇത് കെട്ടിക്കൊണ്ടിരുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇത് പൊടിഞ്ഞു വരുന്നൊരു എന്താ പറയുക, തേങ്ങാപ്പീരൻ്റെ സാമ്യമുള്ളതുകൊണ്ടായിരിക്കും ഇവിടുത്തെ ആൾക്കാർ ഇതിന് പീരക്കല്ല് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ചിലപ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വീട് മൊത്തം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ്. ഈ വീട് കിണർ, ഇവിടെ ഈ വീട്ടിലേക്ക് കിണറും എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്നതായി കിടക്കുന്നു. ഇതെല്ലാം ആ കല്ല് തന്നെയാണ്. അതിനെ റൗണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. അവർക്ക് ആവശ്യമുള്ള ഷേപ്പിൽ ഇതിനെ ഉണ്ടാക്കി കല്ല് എനിക്ക് തോന്നുന്നു എളുപ്പത്തിൽ വെട്ടാൻ എളുപ്പമുള്ള റൗണ്ട് ഷേപ്പിൽ കല്ല് വെച്ച് കെട്ടിയിരിക്കുന്ന നേരമാണ്. അപ്പം ഇതാണ് ലക്ഷദ്വീപിൻ്റെ സ്വന്തം കടമത്തിൻ്റെ സ്വന്തം കടമങ്കല്ലിൻ്റെ, ഈ നാട്ടുകാരുടെ തീരക്കല്ലിൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ദ്വീപിലെ മറ്റ് വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.